ഈ അവസ്ഥയിൽ എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലല്ലോ. വാ മേഡം. അങ്ങനെ കാത്തിരുന്ന് ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാലി വരാൻ പോവുകയാണ്. എന്റെ മോളെ, ഇതിൽ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ ഇതൊക്കെ സാധാരണ സംഭവല്ലേ, അല്ലേ? രാജേട്ടൊന്ന് ചുമ്മാ തരുന്നേ. ഇത് അങ്ങനത്തെ ശബ്ദമൊന്നും അല്ല. ഇത് അത് തന്നെയാ നന്ദിനി. സൂര്യ സാർ എല്ലാരോടും പറഞ്ഞല്ലോ. സൂര്യ സാർ എന്ത് പറഞ്ഞു? സൂര്യ സാർ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇനി മുതൽ ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ആ കാര്യങ്ങൾ നോക്കേണ്ടത്. അടുക്കളയുടെ ഭാഗത്തേക്കേ വരാൻ പാടില്ല, മനസ്സിലായോ? അവിടുത്തെ മണവും പുകയൊന്നും തട്ടണ്ട. മുറി തന്നെ അങ്ങ് ഇരുന്നാ മതി. കഴിക്കാനുള്ളത് കൃത്യസമയത്ത് ഞങ്ങൾ അങ്ങ് കൊണ്ടുവന്നോളാം, അല്ലേ കനകേ? അതെ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭ്രാന്തുണ്ടോ നിങ്ങക്ക്? അതെടി, ഞങ്ങൾക്കൊക്കെ ഭ്രാന്ത. ഈ കാര്യം തന്നെയല്ലേ ഞങ്ങൾ ചോദിച്ചോണ്ടിരുന്നേ. പൂച്ചയെ പോലെ പമ്മി നടന്നിട്ട് അവസാനം നീ ഉദ്ദേശിച്ചത് നടന്നു അല്ലേ? അയ്യോ മാഡം, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട. 10 മാസം കഴിയുമ്പോ ഒരു കുഞ്ഞിന് കൈ വെച്ച് കൊടുക്കാന്ന് വാക്ക് കൊടുത്തിരിക്കുക ഏട്ടൻ. എന്റെ മോളെ, മോക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഈ സമയത്ത് അങ്ങനെയൊക്കെ തോന്നും. വല്ല പുളിയോ പച്ചമാങ്ങയോ മസാല ദോശയോ അങ്ങനെ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ രാജുവേട്ടനോട് പറഞ്ഞാൽ മതി. രാജുവേട്ടൻ റെഡിയാക്കി തരാം. അതെ, ഇതിന് നിങ്ങളോടല്ല സംസാരിക്കേണ്ടത്. നിങ്ങളോട് പറഞ്ഞ ആളുണ്ടല്ലോ, സൂര്യ സാറ്. ഞാനൊന്ന് ചെന്ന് കാണട്ടെ. അത് നിക്കടി, ഒന്ന് കൈ മാറ്റൂ മാഡം. കണ്ടോ ചേച്ചി? ചേച്ചിയുടെ കൈ തട്ടി മാറ്റി അവള് പോയത് കണ്ടോ? മമ്മി പറഞ്ഞത് സത്യോ? അവളുടെ ഭരണം തുടങ്ങി. സർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ സാർ അവരോട് എന്തിനാ അങ്ങനെ പറഞ്ഞ? എങ്ങനെ കളിക്കല്ലേ? അവരോട് എന്ത് വൃത്തിയോടെ സാറ് പറഞ്ഞ? ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ അങ്ങനെ ഒരു വൃത്തിയോടൊന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ സാറിന് എന്താ അവകാശം? എങ്ങനെ പറഞ്ഞു എന്ന്? അത് ഞാൻ അങ്ങനെ ആയിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? എടോ, താൻ കാര്യം പറ, എങ്ങനെ ആയിരിക്കുമെന്ന്. ഓ, എനിക്കെന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. സാർ അവരോട് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞോ? പറഞ്ഞോന്ന്? പറഞ്ഞു. അതിന് ഞാൻ ഗർഭിണിയാണോ? യെസ്. എന്റെ ഞാൻ എങ്ങനെ ഗർഭിണിയാവുക? നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? സാർ കട്ടിലല്ലേ കിടക്കുന്നേ, ഞാൻ താഴെയല്ലേ കിടക്കുന്നേ. മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യയും ഭർത്താവും കളിക്കുന്നതല്ലാതെ നമ്മൾ തമ്മിൽ ശരിക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് പോയി അതവരോട് തിരുത്തി പറ. എല്ലാരും കൂടി എന്നോട് എന്തൊക്കെയാ ചോദിക്കുന്നെന്ന് അറിയോ? ചോദിക്കട്ടെ. എന്നോട് ചോദിച്ചാ ഞാൻ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. താൻ പ്രഗ്നന്റ് ആണെന്നും. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഈ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നുകളയും. നന്ദിനി, ഞാൻ അവരോട് പറഞ്ഞ സത്യമാ. സത്യം. നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്. അന്നൊരു ദിവസം താനേ പനിച്ച് ബോധമില്ലാതെ കിടന്നില്ലേ? എടോ, ഒരു ദിവസം നല്ല പനിയായിട്ട് താൻ സെഡേഷനുള്ള ഒരു ഗുളികയും കഴിച്ച് കിടന്നില്ലേ? അതിന് അന്ന് പാതിരാത്രി ആയപ്പോ തനിക്ക് പനി കുറവുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ആ സമയത്ത്
പുറത്ത് നല്ല മഴയായിരുന്നു. നല്ല തണുപ്പും. എന്നിട്ട് ഞാൻ തന്റെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ കൈവച്ച് നോക്കിയതാ. എന്നിട്ടോ? എന്നിട്ടെന്താ, ആ മഴയും തണുപ്പും തന്റെ ശരീരത്തെ ചൂടും എല്ലാം കൂടി ആയപ്പോ ഐ എം സോറി നന്ദിനി, എന്റെ ഭാഗത്തു നിന്നാണ് അരുതാത്ത സംഭവിച്ചു പോയി. അയ്യോ ഇല്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഞാൻ അറിയാതെ അതൊന്നും സമ്മതിക്കില്ല. അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറ. അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറ. പറ്റിപ്പോയില്ലേ? പിന്നെ കള്ളം പറഞ്ഞിട്ട് എന്താ? എനിക്ക് എന്റെ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. താൻ ക്ഷമിക്ക്, ക്ഷമിച്ചേക്ക്. സോറി നന്ദിനി. അങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. സോറി, ചുമ്മാ എന്തൊക്കെയോ പറയാ. അങ്ങനെ വല്ലതും സംഭവിച്ചു കാണുവോ? ഏയ് ഇല്ല. നിന്നോട് ഇതാരാ പറഞ്ഞേ? സൂര്യ സാറ് തന്നെയാ പറഞ്ഞ. ആരോട്? പത്മ മേഡത്തിനോട്. അമ്മയെ തോൽപ്പിക്കാൻ നടക്കുന്ന മകൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് കേട്ടപ്പോ നിന്റെ പത്മാമ്മയ്ക്ക് ദേഷ്യം വന്നില്ലേ? അവർ എഴുന്നേറ്റ് പോയില്ലേ? ഓ മാഡം. സൂര്യ അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. അമ്മയെ ദേഷ്യം പിടിപ്പിക്കണം. അല്ലാതെ നന്ദിനി ഗർഭിണിയാകില്ല. മാഡം, ബെഡ്റൂമിൽ അവര് രണ്ടിടത്തായിട്ടാണ് ഉറങ്ങുന്നതെന്ന് നിനക്കറിയില്ലേ? റിസോർട്ട് ചെന്നപ്പോ അവര് തമ്മിലുള്ള ബന്ധം എന്താന്ന് ഞാൻ നേരിട്ട് കണ്ടതാ. അവര് തമ്മില് ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ല. സോ ഈ പ്രഗ്നൻസിയുടെ കഥ സത്യമല്ല. മാഡത്തിന് അത്ര ഉറപ്പുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ മാഡം, വേറൊരു കാര്യം. എന്ത്? നന്ദിനി ആ വീട്ടിൽ നിൽക്കുന്നത് പത്മ മാഡത്തിന് തീരെ ഇഷ്ടമല്ല. പക്ഷേ ആ പെൺപിള്ളേരുണ്ടല്ലോ, ഇന്ദ്രജയും വേദയും, അവർക്ക് രണ്ടുപേർക്കും നന്ദിനി അവിടെ നിൽക്കുന്നതാ താല്പര്യം. എന്താ കാരണം? കാരണമൊന്നും എനിക്കറിയില്ല. പത്മ മേഡം എല്ലാവരുടെ മുന്നിൽ വെച്ച് നന്ദിനിയെ വഴക്ക് പറയുമ്പം അവളുമാര് പത്മ മേഡത്തിന്റെ കൂടെ നിൽക്കും. അത് കഴിഞ്ഞാ പത്മ മേഡം കാണാതെ അവളെ വന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യും. അവർക്കെന്തോ ഉദ്ദേശമുണ്ട് മാഡം. അപ്പോ സൂര്യയുടെ അച്ഛൻ, സഹോദരിമാര് എല്ലാം അവളുടെ കൂടെയാ അല്ലേ? ഓരോന്നോരോന്നായി വെട്ടി മാറ്റണമല്ലോ കനകെ. അതിലാദ്യം വെട്ടി മാറ്റേണ്ടത് അവളെയാ, ഇന്ദ്രജയെ. അത് കുറച്ച് കാഞ്ഞ വിത്ത മാഡം. എനിക്കറിയാം. ഞാൻ വിവാഹ പന്തലിൽ എത്തുന്നതിന് മുൻപ് 1-2 തവണ ഞങ്ങളൊന്ന് കൂട്ടിമുട്ടിയതാ. അന്ന് ഞാൻ കരുതിയത് സൂര്യയുടെ ഭാര്യയായി ആ വീട്ടിൽ ചെന്ന് കയറിയാൽ ആദ്യം തകർക്കേണ്ടത് അവളെയാണെന്ന്. പക്ഷെ അത് നടന്നില്ല. സാരമില്ല, ഇന്ദ്രജയെ ഒതുക്കാനുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാം. നീ പോയിക്കോ. അച്ഛനും അമ്മയും തിരിച്ചു വരാൻ സമയമായി. അവര് നിന്നെ കാണണ്ട. അച്ഛന് പ്രശ്നമൊന്നുമില്ല. അമ്മ പിന്നെ എന്താ ഏതാന്നൊക്കെ ചോദിക്കും.